എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി SSLC ജോഗ്രഫി ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രകാരം ഭൂമിയിൽ എല്ലാ ഇടങ്ങളിലും ഒരേ അളവിലല്ല ടെമ്പറേച്ചർ ലഭിക്കുന്നത്, അല്ലേ? എല്ലാ സമയത്തും ഒരുപോലെയല്ല, സ്പേഷ്യൽ ഡിഫറൻസുകൾ, അല്ലേ? അതായത് ഓരോ സ്ഥലങ്ങൾക്കും ഭൂമിയിൽ ഓരോ പ്രദേശങ്ങളും എവിടെ സ്ഥിതി ചെയ്യുന്നു, ഏതൊക്കെ ലാറ്റിറ്റ്യൂഡുകളിലാണ് ഓരോ രാജ്യങ്ങളും നിൽക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസങ്ങൾ വരും, അല്ലേ? അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല പല ഫാക്ടേഴ്സുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ സ്പേഷ്യോ ടെമ്പറൽ വേരിയേഷൻസ് മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും ഒരേ രൂപത്തിലല്ല ടെമ്പറേച്ചർ കിട്ടുന്നത്. ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ചിട്ടും ടെമ്പറേച്ചർ കിട്ടുന്നതിൽ വേരിയേഷൻസ്, വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഈ ടെമ്പറേച്ചർ ലഭിക്കുന്നതിലുള്ള വ്യത്യാസങ്ങൾ മറ്റ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിനകളെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഓരോ സ്ഥലങ്ങളിലും ടെമ്പറേച്ചർ കിട്ടുന്നതിൽ പല പല റീസൺസുകൾ കൊണ്ട് എല്ലായിടത്തും ഒരേപോലെയല്ല ടെമ്പറേച്ചർ കിട്ടുന്നത്. അപ്പോൾ സ്പേഷ്യോ ടെമ്പറൽ വേരിയേഷൻസിൽ ഉള്ള വ്യത്യാസങ്ങൾ മറ്റ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിനകളെ കൂടി സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അതേതാണ് എന്നുള്ളതിലേക്ക് നമ്മൾ ആ ഡിസ്കഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇനി ടെമ്പറേച്ചറിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ ടെമ്പറേച്ചറുമായി റിലേറ്റ് ചെയ്തിട്ട് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ കടക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ചിട്ടാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതുപോലെ തന്നെ വിൻഡുകളും, കാറ്റുകളുമാണ് നമ്മൾ ഈ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് സിംപിളി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ്മോസ്ഫിയറിലുള്ള എയർ അത് എക്സേർട്ട് ചെയ്യുന്ന വെയ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുക. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള എയർ അതിൻ്റെ സർഫേസിൽ എക്സേർട്ട് ചെയ്യുന്ന, കൊടുക്കുന്ന ഭാരമാണ്, വെയ്റ്റാണ് ഏതെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ധാരാളം വെയ്റ്റ് എക്സേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എയർ ഉണ്ടായിരിക്കണം. എയറിൻ്റെ അളവ് ഒരു സ്ഥലത്ത് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ഈ പറയുന്ന പോലെ വെയിറ്റ്, ഭാരം കൊടുക്കാൻ വേണ്ടി, ഭാരം ചെലുത്താൻ വേണ്ടി, വെയിറ്റ് എക്സേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആവശ്യത്തിന് എയർ ഇല്ല. അപ്പോൾ ആവശ്യത്തിന് എയർ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രഷർ കുറവായിരിക്കും. എന്നാൽ ഒരു സ്ഥലത്ത് ഒരുപാട് എയർ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവിടെ എയർ കൊടുക്കുന്ന വെയിറ്റ്, ഇപ്പോൾ ഒരു ബെഞ്ച് നിങ്ങളെ സങ്കല്പിക്കാം, നിങ്ങൾ ഇരിക്കുന്ന ഒരു ബെഞ്ചിനെ സങ്കല്പിക്കാം. ആ ബെഞ്ചിനകത്ത് നിങ്ങൾ 5 പേരാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബെഞ്ചിൽ നിങ്ങളുടെ ഭാരം, നിങ്ങൾ 5 പേരുടെ ഒരു ഭാരമായിരിക്കും അവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ബെഞ്ചിൽ കൊടുക്കുന്ന ഒരു പ്രഷർ നിങ്ങൾ 5 പേരുടെ ഭാരമാണ്. ഓക്കെ, ഇനി ഈ ബെഞ്ചിലേക്ക് ഒരാൾ കൂടി വന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? നിങ്ങൾ കൊടുക്കുന്ന വെയിറ്റ്, ആ ബെഞ്ചിലേക്ക് കൊടുക്കുന്ന വെയിറ്റ് 5 പേരിൽ നിന്ന് പകരം 6 പേരുടേതായി. അപ്പോൾ അവിടെ പ്രഷർ കൂടും, അല്ലേ? ഇനി ഇതിൽ നിന്ന് 2 പേർ പോയി, 6 പേരിൽ നിന്ന് 2 പേർ പോയി, അപ്പോൾ വെയിറ്റ് കുറഞ്ഞു, അപ്പോൾ പ്രഷർ അവിടെ കുറയും, വെയിറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം അറ്റ്മോസ്ഫിയറിക് എയർ എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഇത് ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇനി ഇവിടെ വിൻഡ് കൂടിയുണ്ട്. വിൻഡ് എന്താണെന്നുള്ളത് നമ്മൾ പതിയെ പിന്നീട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. വലിയ ടോപ്പിക്കാണ്, നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, ലൈക്ക് എനി അതർ മാറ്റർ എയർ ഓൾസോ ഹാസ് വെയിറ്റ്. എല്ലാ വസ്തുക്കളെ എന്ന പോലെയും എയറിനും എന്തുണ്ട്? വായുവിനും എന്തുണ്ട്? ഭാരമുണ്ട്, വെയിറ്റ് ഉണ്ട്. The weight exerted by the atmospheric air over the earth's surface is termed as atmospheric pressure. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. അതായത് എന്താ പറയുള്ളത്? The weight exerted by the atmospheric air, അന്തരീക്ഷത്തിലുള്ള എയർ കൊടുക്കുന്ന ഭാരം. എവിടെ കൊടുക്കുന്ന ഭാരം? ഓവർ ദ എർത്ത്സ് സർഫേസ്, ഭൂമിയുടെ സർഫേസിൽ കൊടുക്കുന്ന ഭാരം. ഇതിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ പറഞ്ഞു എയർ കൊടുക്കുന്ന വെയിറ്റ് ആണെന്ന്. അപ്പം ഏതൊക്കെ സന്ദർഭങ്ങളിൽ പല പല കാരണങ്ങൾ കൊണ്ട് ചില സ്ഥലങ്ങളിൽ ഈ എയറിൻ്റെ വെയിറ്റ്, അതായത് മാക്സിമം എയറിൻ്റെ അളവ് അവിടെ ഉണ്ടാവണം എന്നില്ല. അതായത് എയർ കൊടുക്കുന്ന വെയിറ്റ് കുറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും പ്രഷർ കുറയാം.
ചില സ്ഥലങ്ങളിൽ വെയിറ്റ് ഈ എയർ ധാരാളം ഉള്ളതുകൊണ്ട് അവിടെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് എയർ കൊടുക്കുന്ന വെയിറ്റ് കൂടുതലായതുകൊണ്ട് അവിടെ പ്രഷർ കൂടാം. അപ്പോൾ ഇതിന് പല പല റീസൺസുകളുണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടാനും കുറയാനും ഒക്കെ പല ഫാക്ടേഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇവിടെ ഒരു വിച്ച് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാക്കാം, ഈ ഫോളോയിങ് വെട്ടിയിട്ട്. അപ്പം വിച്ച് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതൊക്കെയാണത്? അതാണ് ഒന്ന് ടെമ്പറേച്ചർ, മറ്റൊന്ന് ആൽറ്റിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി. ഈ 3 ഫാക്ടേഴ്സുകളാണ് എന്ത് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് ഒരു സ്ഥലത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുന്നതിനും കുറയുന്നതിനും കാരണക്കാരായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറും ആൽറ്റിറ്റ്യൂഡും ഹ്യൂമിഡിറ്റിയുമാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻസിലുള്ള ഫാക്ടേഴ്സുകളാണെങ്കിൽ ഇവിടെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതിൽ ടെമ്പറേച്ചർ ഒരു മെയിൻ ഫാക്ടറാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ഈ ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഈ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിൻലി ആയിട്ട്. അപ്പോൾ എനിവേ ഈ ടെമ്പറേച്ചറും ആൽറ്റിറ്റ്യൂഡ് നമ്മൾ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിലും പറഞ്ഞതാണ്. ഹ്യൂമിഡിറ്റിയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിനർത്ഥം എന്താണ്? ഒരു സ്ഥലത്തെ വായു കൂടാനും വായു കുറയാനും ഒക്കെ കാരണക്കാർ ഇവരാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതെന്താണ്, എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമുക്ക് അതിലേക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങളിവിടെ സൈഡിലുള്ള വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നോക്കണം. അതാണ് ഒരു ഇൻസ്ട്രുമെൻ്റിൻ്റെ പേരാണ് ബാരോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. Barometer is the instrument used to measure atmospheric pressure. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, ബാരോമീറ്റർ എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബാരോമീറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് സച്ച് ആസ് മെർക്കുറി ബാരോമീറ്റർ. പല ടൈപ്പിലുള്ള ബാരോമീറ്ററുകളുണ്ട്. അതിലൊന്നാണ് മെർക്കുറി ബാരോമീറ്റർ. വേറെ ഒന്നാണ് അനറോയിഡ് ബാരോമീറ്റർ. ഓക്കെ, അപ്പം മെർക്കുറി ബാരോമീറ്റർ അതുപോലെ തന്നെ അനറോയിഡ് ബാരോമീറ്റർ, ഇങ്ങനെ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ബാരോമീറ്ററുകളാണ് ഉള്ളത്. എന്താണ് ബാരോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ്. In mercury barometer, the average pressure on Earth's surface is recorded as 76 centimeter. സാധാരണ രീതിയിൽ നമ്മൾ മെർക്കുറി ബാരോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുകയാണെങ്കിൽ, മെഷർ ചെയ്യുകയാണെങ്കിൽ, എർത്തിൻ്റെ സർഫേസിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ അളക്കുകയാണെങ്കിൽ അവിടെ ആവറേജ് പ്രഷറായിട്ട് നമുക്ക് കിട്ടാറുള്ളത് എത്രയാണ്? 76 സെൻറ്റിമീറ്റർ ആണ് വരാറുള്ളത്. 76 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെർക്കുറി എന്ന് പറയുന്ന സാധനമാണ് ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റിനകത്ത് മെർക്കുറിയാണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മെർക്കുറി വന്നിട്ട് രസം എന്നാണ് മലയാളത്തിൽ പറയാം. ഈ മെർക്കുറി വന്നിട്ട് 76 സെൻറ്റിമീറ്ററിന് നേരെ വന്നിട്ടാണ് സാധാരണ രീതിയിൽ ആവറേജ് പ്രഷറായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഈ 76 സെൻറ്റിമീറ്ററിന് നേരെയാണ് വന്ന് നിൽക്കാറുള്ളതെന്നാണ് പറയാറുള്ളത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് യൂഷ്വലി റെക്കോർഡഡ് ഇൻ യൂണിറ്റ്സ് മില്ലിബാർസ് ഓർ ഹെക്ടോപാസ്കൽ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ സാധാരണ പറയാറുള്ളത് മില്ലിബാർസ് അല്ലെങ്കിൽ ഹെക്ടോപാസ്കൽ. മില്ലിബാറിന് നമ്മൾ ഷോർട്ടായിട്ട് MB എന്നെഴുതും, ഹെക്ടോപാസ്കലിന് HP എന്നെഴുതും, എല്ലാം സ്മോൾ ലെറ്ററാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയുന്ന യൂണിറ്റുകൾ അത് ഏതൊക്കെയാണ്? മില്ലിബാറും ഹെക്ടോപാസ്കലുമാണ്. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തെ പ്രഷർ അളന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര മില്ലിബാർ അല്ലെങ്കിൽ ഇത്ര ഹെക്ടോപാസ്കൽ പ്രഷർ ഉണ്ടെന്നാണ് പറയുക. ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇത്ര ലിറ്റർ ഒന്നും അങ്ങനെയല്ല നമ്മൾ പറയാം. അല്ലെങ്കിൽ ഇത്ര മീറ്റർ അല്ലെങ്കിൽ ഇത്ര കിലോഗ്രാം അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ പ്രഷർ അങ്ങനെ ഒന്നുമല്ല നമ്മൾ പറയാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രഷറിൻ്റെ കാര്യത്തിൽ യൂസ് ചെയ്യുന്ന യൂണിറ്റുകൾ മില്ലിബാറും ഹെക്ടോപാസ്കലുമാണ്. ദ ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഓൺ ദ എർത്ത് സർഫേസ് ഈസ് എസ്റ്റിമേറ്റഡ് 1013.2 മില്ലിബാർ ഓർ ഹെക്ടോപാസ്കൽ. എന്താ പറഞ്ഞിട്ടുള്ളത്?
ഇവിടെ നമ്മളൊരു ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മുടെ ഈ പറയുന്ന മെർക്കുറി വന്നിട്ട് 76 സെൻറ്റിമീറ്റർ എന്ന് പറയും. ഇതൊരു ഉപകരണമാണ്. അപ്പോൾ അതിൽ ആവറേജ് പ്രഷറുള്ള സമയത്ത് 76 സെൻറ്റിമീറ്ററിന് നേരെ വന്നിട്ട് ഈ എന്ത് നിൽക്കും, മെർക്കുറി വന്നിട്ട് നിൽക്കും. അത് അർത്ഥമാക്കുന്നത് ആവറേജ് പ്രഷറിൽ നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്ന പ്രഷർ എത്രയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 76 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റ്മോസ്ഫിയറിലെ എർത്തിൻ്റെ സർഫേസിൽ 1013.2 മില്ലി ബാർ, അതായത് അല്ലെങ്കിൽ എക്ടോ പാസ്കൽ 1013.2 മില്ലി ബാർ ഒരു എക്ടോ പാസ്കൽ എന്തുണ്ട് എന്നാണ് പറയുന്നത്, അവിടെ പ്രഷർ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ 76 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മെർക്കുറി വന്ന് നിൽക്കുന്ന പോയിൻ്റാണ്. അതിനർത്ഥം ഇതാണ് ആവറേജ്. അപ്പോൾ ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ് സാധാരണ 1013.2 മില്ലി ബാർ ആണ് എന്നാണ് പറയുക. ഇതിൽ വേരിയേഷൻസ് വരും. എപ്പോഴാണ് ഇതിന് വേരിയേഷൻസ് വരിക? ഈ പറയുന്ന ഫാക്ടേഴ്സ് കൊണ്ടാണ് വേരിയേഷൻസ് വരിക. ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി. അപ്പോൾ ഞാനിവിടെ ഈ ബാരോമീറ്ററിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചു, തെർമോമീറ്റർ. അതിൽ തന്നെ മിനിമം മാക്സിമം തെർമോമീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ ബാരോമീറ്റർ, അതിൽ തന്നെ നമ്മൾ മെർക്കുറി ബാരോമീറ്ററും അനിറോയിഡ് ബാരോമീറ്റർ ഒക്കെയുള്ള ടൈപ്പുകളുണ്ടെന്ന് വിചാരിക്കും. എന്തായാലും പൊതുവേ നമ്മൾ ബാരോമീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാഠത്തിൽ ഉടനീളം ഇതുപോലെ പല ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റുകളുടെ പേരുകൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ബാക്ക് ടു നമ്മുടെ വിച്ച് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ പോയിന്റുകളിലേക്ക്, നമ്മുടെ മെയിൻ പോയിന്റുകളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി അല്ലേ, ഇവ മൂന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കി പോവാം. ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടെമ്പറേച്ചർ എങ്ങനെയാണ്. ലെറ്റ്സ് എക്സാമിൻ ഹൗ ദീസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ ഫാക്ടേഴ്സൊക്കെ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെമ്പറേച്ചർ എങ്ങനെയാണ് ടെമ്പറേച്ചർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടെമ്പറേച്ചർ വേഴ്സസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. Atmospheric air expands on getting heated and rises up. Thus, low pressure regions are formed. This rising air gradually cools, contracts and subsides to form high pressure region. Okay. അപ്പം ഇതാണ് എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചറും നമ്മുടെ ഈ പറയുന്ന പ്രഷറും തമ്മിലുള്ള ബന്ധം. എന്താണ് അതിന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയറിനും അതുപോലെ തന്നെ വാട്ടറിനുമുള്ളൊരു പ്രത്യേകതയാണ് അതിന് കൺവെക്ഷൻ എന്ന് പറയുന്ന സംഗതി സംഭവിക്കാറുണ്ട് എന്നുള്ളത്. എന്താണ് കൺവെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചൂട് ഏറ്റുകഴിഞ്ഞാൽ അവിടെയുള്ള എയറിന്, വാട്ടറിൻ്റെ കാര്യത്തിലും നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും, ഇവിടെ ഇപ്പോൾ തൽക്കാലം നമുക്ക് എയറിൻ്റെ കാര്യം നോക്കാം. ചൂട് തട്ടിക്കഴിഞ്ഞാൽ എയർ എക്സ്പാൻഡഡ് ആവുകയും അത് മേലോട്ടേക്ക് ഉയർന്നു പൊങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, ഈ ഒരു സ്ഥലത്ത് എയർ ഉണ്ടെന്ന് വിചാരിച്ചോ. എയർ ഇങ്ങനെ കട്ടക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നല്ല പ്രഷറുണ്ട്, നല്ല വെയിറ്റ് കൊടുത്തിട്ട് എയർ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലെ എർത്തിൻ്റെ സർഫേസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഇവിടെ നല്ല ചൂടായി, അതായത് പകൽ സമയമാണ്, നല്ല ചൂട് വന്നു. അപ്പോൾ ഈ കൂട്ടമായി നിൽക്കുന്ന ഈ എയറെല്ലാം എന്ത് ചെയ്യും, വിട്ട് നിൽക്കാൻ വേണ്ടി തുടങ്ങും. അതായത് എക്സ്പാൻഡഡ് ആയി പോകും. അതായത് ഇപ്പോൾ നമുക്ക് എക്സ്പാൻഡഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ അടുത്തടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ പല സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, മാറി നിൽക്കാൻ വേണ്ടി തുടങ്ങും, എക്സ്പാൻഡഡ് ആവും. അപ്പോൾ എന്താണ്, നേരത്തെ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തിങ്ങി നിന്നിരുന്നെങ്കിൽ ചൂട് തട്ടിയപ്പോൾ അവിടെയുള്ള എയറെല്ലാം എക്സ്പാൻഡഡ് ആയി പല സ്ഥലത്തേക്ക് വ്യാപിച്ചിട്ട് അതെന്ത് ചെയ്യാണ്, അത് റൈസ് അപ്പ് ചെയ്തു, മേലോട്ടേക്ക് ഉയർന്നു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക, അവിടെ നേരത്തെ തിങ്ങി നിന്നിരുന്ന എയറുള്ള സമയത്ത് നല്ലോണം വെയിറ്റ് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ വെയിറ്റ് എക്സേർട്ട് ചെയ്യാൻ വേണ്ടത്ര അളവിൽ അവിടെ എയർ ഉണ്ടോ? ഇല്ല. കാര്യം അതെന്താ, അത് ചൂടായി, ഹീറ്റഡ് ആയപ്പം അത് എക്സ്പാൻഷൻ സംഭവിച്ചു, അത് റൈസസ് അപ്പ് ചെയ്തു, മേലോട്ടേക്ക് ഉയർന്നു പോയി. അപ്പോൾ ഇവിടെ വേണ്ടത്ര എന്തുണ്ടാവില്ല, ഈ വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എയർ ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താവും, ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ ഒരു സ്ഥലത്ത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും എന്നാണ് പറയുന്നത്. കാര്യം ചൂട് തട്ടിക്കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് കൊടുക്കേണ്ട വായു എല്ലാം, എയറെല്ലാം എക്സ്പാൻഡഡ് ആയി മേലോട്ടേക്ക് ഉയർന്നു പോവും. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, അവിടെ
വേണ്ടത്ര വെയിറ്റ് എക്സേർട്ട് ചെയ്യാൻ എയർ ഉണ്ടാവില്ല, ഓട്ടോമാറ്റിക്കലി അവിടെ പ്രഷർ കുറയും. അപ്പോൾ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിൽ എന്ത് റിലേഷനാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷനാണുള്ളത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റിലേഷനാണ് ഉള്ളത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഞാൻ എഴുതിയത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ എനിവേ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷനാണ് ആര് തമ്മിലുള്ളത്? ഈ പറയുന്ന ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ളത്. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്ന ബന്ധം, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്ന ബന്ധം. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കുറയും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോൾ, അതായത് തണുപ്പ് കൂടുമ്പോഴോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും എന്നാണ് പറയുന്നത്. തണുപ്പ് കൂടുമ്പോൾ, അതായത് ടെമ്പറേച്ചർ കുറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും. അപ്പോൾ ഈ പകൽ സമയത്ത് എന്താ സംഭവിക്കുന്നത്? പകൽ സമയത്ത് അവിടെ എന്താണ്? ടെമ്പറേച്ചർ കൂടുതലാണ്, സ്വാഭാവികമായിട്ടും പകൽ സമയത്ത് പ്രഷർ കുറവാണ്. ഇനി രാത്രിയാകുമ്പോൾ എന്താ സംഭവിക്കുക? രാത്രിയാകുമ്പോൾ ഈ മേലോട്ടേക്ക് പോയ ആളുകളെല്ലാം കൂടി എന്ത് ചെയ്യും? താഴോട്ടേക്ക് തന്നെ തിരിച്ചിറങ്ങും. താഴോട്ടേക്ക് തന്നെ തിരിച്ചിറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി ഇവരെല്ലാവരും കൂടെ വീണ്ടും ഒന്നിച്ചാവും. അപ്പോൾ വീണ്ടും എർത്തിൻ്റെ സർഫേസിൽ എന്താവും? വീണ്ടും ഈ എയർ മാസസുകളെല്ലാം കൂടി, എയർ മോളിക്യൂൾസ് എല്ലാം കൂടി എന്ത് ചെയ്യും? തിങ്ങി നിൽക്കാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും എന്താ സംഭവിക്കുക? അവിടെ വീണ്ടും അവിടെ പ്രഷർ വെയിറ്റ് കൊടുക്കാൻ എയർ എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ പ്രഷർ കൂടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ റൈസിങ് എയർ, സെക്കൻഡ് ലൈനിൽ നോക്കൂ, ദ റൈസിങ് എയർ ഗ്രാജുവലി കൂൾസ്. അത് രാത്രി ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നത്? പിന്നെ വീണ്ടും അത് കൂളായി കോൺട്രാക്ട് ചെയ്യും. അത് വീണ്ടും ഒന്നിച്ച് എന്ത് ചെയ്യുന്നു? അതെല്ലാം കൂടെ വീണ്ടും ഈ പോയ പോലെ തന്നെ എല്ലാവരും കൂടെ തിരിച്ചു വരികയും ഒന്നിച്ച് നിൽക്കുകയും അത് വീണ്ടും നല്ല വെയിറ്റ് കൊടുക്കുകയും അങ്ങനെ വീണ്ടും ഹൈ പ്രഷർ ആവുകയും ചെയ്യും. അപ്പോൾ പകൽ സമയത്തൊക്കെ ഹീറ്റഡ് ആയിട്ട് മേലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രഷർ കുറയുന്നു എന്നാണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കൂടുന്നു എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇവ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷനാണ്, വിപരീത ബന്ധമാണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ ആളാണ് ആര് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ നോക്കിയതിൽ രണ്ടാമത്തെ ഫാക്ടർ ആരാണ്? ആൾട്ടിറ്റ്യൂഡാണ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് ഉയരമാണ്, അല്ലേ? ഉയരമാണ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഗതിയും ആൾട്ടിറ്റ്യൂഡും അതുപോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ നമ്മളിവിടെ നോക്കിയത് ടെമ്പറേച്ചറും പ്രഷറും തമ്മിൽ എങ്ങനെയാണെന്നാണ്. അപ്പോൾ ആസ് ദ ഡെൻസിറ്റി ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഗ്രാജുവലി ഡിക്രീസസ്. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഇനി അടുത്ത ലൈനും കൂടെ നമുക്ക് വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ദ വെർട്ടിക്കൽ വേരിയേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് അറ്റ് ദ റേറ്റ് ഓഫ് അബൌട്ട് 1 millibar per 10 meters. പറഞ്ഞത് കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ മാർക്ക് ചെയ്തിട്ട് വായിക്കുകയാണെങ്കിൽ, ആസ് ദ ഡെൻസിറ്റി ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. നമ്മുടെ ഉയരം കൂടുന്തോറും സ്വാഭാവികമായിട്ടും ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്തോറും അവിടെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? കുറഞ്ഞു വരാൻ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നല്ല ഉയരമുള്ള ഒരു പ്രദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് പല ആൾക്കാർക്കും നല്ല ഉയരമുള്ള, ഇപ്പോൾ ഈ പറഞ്ഞ ഊട്ടി, കൊടൈക്കനാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളൊരു മൗണ്ടൻ ക്ലൈംബിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് പല ആൾക്കാർക്കും എന്ത് ചെയ്യാറുണ്ട്? ഇപ്പോൾ എവറസ്റ്റ് കയറാൻ പോകുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു അഡ്വഞ്ചറായിട്ട് ഈ മൗണ്ടൻ ക്ലൈംബിങ്ങിന് പോകുന്ന ആൾക്കാർക്കൊക്കെ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ മൂക്കിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ? ബ്ലഡ് വരാൻ തുടങ്ങും, ചെവിയിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങും. അതുപോലെ തന്നെ അവർക്ക് പലപ്പോഴും ബോധക്ഷയം വരും. പല ആളുകളും മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എവറസ്റ്റൊക്കെ കയറുന്ന ആൾക്കാർ, ഹിമാലയൊക്കെ കയറുന്ന ആൾക്കാർ ഈ ഡെഡ് ബോഡീസിനെ കാണാറുണ്ട്. അവിടെ ഈ പല ആൾക്കാർക്കും ഇതുപോലെ ബോധക്ഷയവും ഒക്കെ വന്നിട്ട് അവരവിടെ കിടന്ന് അവരെ താഴോട്ടേക്ക് ഇറക്കാൻ ആരും ഇല്ല. താഴോട്ടേക്ക് ഇറക്കാൻ ഈ മേലെ കയറി പോകുന്ന ആൾക്കാർ തന്നെ വേണ്ട താഴോട്ടേക്ക് ഇറക്കുക. ഭയങ്കര റിസ്കി പ്രോസസ്സല്ലേ, ഒരുപാട് ദിവസങ്ങൾ എടുക്കുന്നതല്ലേ. അപ്പോൾ ആളുകൾ അവിടെ തന്നെ കിടക്കും. പിന്നെ ഇത് ഐസ് ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ, മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ പലരുടെയും ഡെഡ് ബോഡീസിന് വലിയ കേടുപാടുകളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഡെഡ് ബോഡീസ് ആയിരിക്കും. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന ഓക്സിജൻ പോലുള്ള ഗ്യാസുകളൊക്കെ നമ്മൾ ഉയരമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരും. അപ്പം സംഭവിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ എയർ കുറവാണ്. ഓക്കെ, എയറിൻ്റെ അളവ് കുറവാണ്, അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ എയറിൻ്റെ അളവ് കുറയുന്നു എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? എയറിൻ്റെ അളവ് കുറവാണെങ്കിൽ എയർ കൊടുക്കുന്ന വെയിറ്റും കുറവായിരിക്കും. എയർ കൊടുക്കുന്ന വെയിറ്റ് കുറവാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറും കുറവായിരിക്കും. എയർ കൊടുക്കുന്ന വെയിറ്റിനല്ലേ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാം. അപ്പോൾ
നമ്മൾ ഉയരമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ, ഹൈറ്റുള്ള ആൾട്ടിറ്റ്യൂഡ് ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗ്യാസസ് അല്ലെങ്കിൽ എയർ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. എയർ കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ എയർ കൊടുക്കുന്ന വെയിറ്റും കുറവായിരിക്കും, വിച്ച് മീൻസ് അവിടെ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഗ്രാജ്വലി ഡിക്രീസസ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ താരതമ്യേന കുറഞ്ഞു വരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് അടുത്ത ലൈനിൽ പറയുന്നത്. ദ വെർട്ടിക്കൽ വേരിയേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദ റേറ്റ് ഓഫ് അബൌട്ട് 1 millibar per 10 meters. നിങ്ങൾ ഓരോ 10 മീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോഴും നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന നമ്മൾ എർത്തിൻ്റെ സർഫേസിൽ നിൽക്കുന്ന നമ്മൾ ഒരു 10 മീറ്റർ ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 1 millibar പ്രഷർ കുറയും. നിങ്ങൾ ആദ്യം നിന്നിരുന്ന സർഫേസിനേക്കാളും 1 millibar പ്രഷർ കുറയും. പിന്നെ വീണ്ടും നിങ്ങളൊരു 10 മീറ്ററും കൂടെ പോയി, 10 മീറ്ററും കൂടെ നമ്മൾ എന്ത് ചെയ്തതാണ്? മേലേക്ക് വീണ്ടും പോയി, അതൊരു 20 മീറ്ററിലേക്ക് എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ 2 millibar കുറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ വീണ്ടും ഒരു 10 മീറ്ററും കൂടെ പോയി, ഒരു 30 മീറ്റർ നമ്മളെ താഴെ നിന്ന് നമ്മൾ പോയെങ്കിൽ അവിടെ വീണ്ടും 1 millibar കൂടെ കുറഞ്ഞു, അഥവാ 3 millibarൻ്റെ പ്രഷർ വേരിയേഷൻ കാണും. അപ്പോൾ ഓരോ 10 മീറ്റർ ഉയരത്തിലേക്ക് പോകും തോറും ഓരോ millibar വീതമാണ് നമ്മുടെ പ്രഷർ കുറഞ്ഞു വരിക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മേലേക്ക് പോകുമ്പോൾ പലർക്കും ഈ ഡിസ്കംഫേർട്ട് വരാനുള്ള കാര്യം ഇതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വൈ ഡു വി ഫീൽ ഡിസ്കംഫേർട്ട് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ഹയർ ഇലവേഷൻസിലേക്ക് പോകുമ്പോൾ പലർക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറാണ്. അതുകൊണ്ടാണ് നമ്മൾ മൗണ്ടൻ ക്ലൈമ്പിനൊക്കെ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന ലഡാക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ, ലഡാക്കിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ആദ്യം അവിടെ ആൾട്ടിറ്റ്യൂഡിനൽ സിക്നെസ് എന്ന് പറഞ്ഞ ഒരു അസുഖം അവർക്ക് വരാനുണ്ട്, ഇതുപോലത്തെ ബോധക്ഷയം മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവരോട് ആദ്യം പറയാം, നിങ്ങൾ ആദ്യം വെറുതെ റൂമിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ദിവസം റെസ്റ്റ് എടുക്കണം. ഫസ്റ്റ് പോയ അന്ന് തന്നെ നിങ്ങൾ അവിടെ റെസ്റ്റ് എടുക്കണം. ബിക്കോസ് നിങ്ങൾ ആ പ്രദേശത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് നിങ്ങളുടെ ബോഡി ഒന്ന് അഡാപ്റ്റ് ചെയ്യണം. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ? ഈ പറയുന്ന പോലെ ക്ലൈമ്പിങ്ങിനോ എവിടേക്കാ വെച്ച് പോയിക്കോളൂ. കാര്യം അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഷറും നിങ്ങളുടെ ബോഡി പ്രഷറും നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെ ഹൈറ്റിനനുസരിച്ചുള്ള പ്രഷറും തമ്മിൽ ബാലൻസ് വരുള്ളൂ. അല്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ബോധക്ഷയം പോലെ കാര്യങ്ങൾ, മരണം വരെ സംഭവിക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈ പറയുന്ന ആൾട്ടിറ്റ്യൂഡും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം. ആൾട്ടിറ്റ്യൂഡും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിൽ, ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ബന്ധം തന്നെയാണ് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷനാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഇത് ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്ന 3 ആൾക്കാരും അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷനാണ്. ഇത് 3ഉം എന്താണ്? ഈ പറയുന്ന പോലെ 3ഉം കൂടുന്നതനുസരിച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുമെന്നാണ്. ഇനി ഹ്യൂമിഡിറ്റി കൂടെ പറയാനുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു എന്ന് മാത്രം. എനിവേ, ഉയരം കൂടുന്തോറും, ആൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും പ്രഷർ കുറയും. അതായത് ഇവ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷനാണ് എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ലാസ്റ്റ് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഞാൻ ഓൾറെഡി ഇപ്പം പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും എന്താണ് അതെങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അടുത്ത അവസാനത്തെ ഒരു ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിൽ എന്ത് റിലേഷനാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹ്യൂമിഡിറ്റി വേഴ്സസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ നോക്കുകയാണെങ്കിലും എന്ത് ബന്ധം തന്നെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ബന്ധം തന്നെയാണ്. വിച്ച് മീൻസ് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും, ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും. ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടുമെന്ന് പറയുന്ന റിലേഷൻ. അപ്പോൾ എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, വാട്ടർ കണ്ടൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിലുള്ള നമുക്ക് കാണാൻ പറ്റാത്ത ഈ വാട്ടർ മോളിക്യൂൾസ്, വാട്ടർ കണ്ടൻറ്റിനെയാണ്, വാട്ടർ പ്രസൻറ്റിനെയാണ്, വെള്ളത്തിൻ്റെ അംശത്തെയാണ്, വെള്ളത്തുള്ളികളെയാണ് നമുക്ക് കാണാൻ പറ്റില്ല. അവയാണ് നമുക്ക് എന്തെന്ന് പറയാം? ഈ പറയുന്ന ഹ്യൂമിഡിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് ആണ് എവിടെ? അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആണ് ഈ പറയുന്ന ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഈ വാട്ടർ മോളിക്യൂൾസിൻ്റെ പ്രത്യേകത? അറ്റ്മോസ്ഫിയറിലുള്ള ഈ വാട്ടർ മോളിക്യൂൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ്മോസ്ഫിയറിലുള്ള ഈ വാട്ടർ മോളിക്യൂൾസിന് എയറിനേക്കാളും വെയിറ്റ് കുറവാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള എയറിനേക്കാളും വെയിറ്റ് കുറവുള്ള ഒരു സംഗതിയാണ് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്കൊരു കുറച്ച് വായു എടുക്കുക. ഈ വായുവിനകത്ത് കുറച്ച് വായുകൾക്കകത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വാട്ടർ മോളിക്യൂൾസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഈ എയറിനുള്ളിൽ നമ്മൾ എടുക്കുന്ന എയറിനുള്ളിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അഥവാ വാട്ടർ മോളിക്യൂൾസ് നമുക്ക് കാണാൻ പറ്റാത്ത ഈ വാട്ടർ മോളിക്യൂൾസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ
അതിനർത്ഥം എന്താണ്? അവിടെ ഹ്യൂമിഡിറ്റി കൂടുതൽ, എയറിനേക്കാളും അവിടെ കൂടുതൽ, ആ എയറിനകത്ത് ഉള്ളത് വാട്ടർ മോളിക്യൂൾസ് ആണ്, ആ എയറിനേക്കാളും അവിടെ കൂടുതലുള്ളത് വാട്ടർ മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടെ എന്തു കൂടുതലാണ് എന്നാണ്? അവിടെ അതായത് എയറിനേക്കാളും കൂടുതൽ അവിടെ ഉള്ളത് ഈ പറയുന്ന വാട്ടർ പ്രസൻറ്റ്, അതായത് ഹ്യൂമിഡിറ്റിയാണ്, വാട്ടർ കണ്ടൻറ്റ്, വാട്ടർ മോളിക്യൂൾസ് ആണ്. അതായത് എയറിനേക്കാളും വെയിറ്റ് കുറഞ്ഞൊരു സംഗതിയാണ് അതിനകത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റ് അല്ലേ? ഇപ്പോൾ നമ്മൾ എടുത്ത ഒരു വോളിയം ഓഫ് എയറിനകത്ത് അവിടെ എയറിനേക്കാളും കൂടുതലുള്ളത് വാട്ടർ മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എയറിനേക്കാളും വെയിറ്റ് കുറഞ്ഞ ഒരാളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വേണ്ടത്ര വെയിറ്റ് കൊടുക്കാൻ എയറിന് സാധിക്കുമോ? വേണ്ടത്ര വെയിറ്റ് കൊടുക്കാൻ പറ്റില്ല. കാര്യം വാട്ടർ മോളിക്യൂൾസ് മാറിയിട്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് എയർ നിറയുമ്പോഴാണ്, അല്ലെങ്കിൽ കൂടുതൽ എയർ ആവുമ്പോഴാണ് അവിടെ വേണ്ടത്ര വെയിറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ വേണ്ടത്ര വെയിറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ഈ പറയുന്ന പ്രഷർ കുറവാവും ചെയ്യാം. അപ്പോൾ നമുക്കതന്നെ ഈ ഒരു കണ്ടൻറ്റ് വെച്ചുകൊണ്ട് നമുക്ക് വായിച്ചു നോക്കാം. ആസ് ദ ഹ്യൂമിഡിറ്റി ഇൻക്രീസസ്, ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അപ്പോൾ അതായത് ആ എയറിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അധികവും വാട്ടർ മോളിക്യൂൾസ് ആണ് വരുന്നത് എങ്കിൽ, നമുക്ക് കാണാൻ പറ്റാത്ത വാട്ടർ മോളിക്യൂൾസ് ആണ് വരുന്നതെങ്കിൽ, ദ വാട്ടർ മോളിക്യൂൾസ് ഡിസ്പ്ലേസ് ദ ഹെവിയർ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ലൈക്ക് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. അതായത് ഈ നൈട്രജനും ഓക്സിജനും ഒക്കെ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് ആര് വരികയാണ്? അവരെ മാറ്റിക്കൊണ്ട് ഈ വാട്ടർ മോളിക്യൂൾസ് വരികയാണ്. ഓക്കെ, അവരിരുന്നിരുന്ന ഈ നൈട്രജനും ഓക്സിജനും ഒക്കെ ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് ആര് കയറിയിരിക്കുകയാണ്? അവരുടെ സ്ഥാനത്തേക്ക് അവരെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് വാട്ടർ മോളിക്യൂൾസ് കയറിയിരിക്കുകയാണ്. വാട്ടർ മോളിക്യൂൾസിൻ്റെ പ്രത്യേകത എന്താ? ഇവയേക്കാളൊക്കെ ഭാരം കുറഞ്ഞ ഒരു ചങ്ങായിയാണ് ആരെന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? അവിടെ പ്രഷർ, വെയിറ്റ് കൊടുക്കുന്നത് ആരാണ്? ഈ വെയിറ്റ് കുറഞ്ഞ ആൾക്കാരാണ് അവിടെ വെയിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ മറ്റുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ കൊടുക്കുന്ന അത്രയും വെയിറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇവർ കൊടുക്കുന്ന വെയിറ്റിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബിക്കംസ് ലോ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു. ആസ് ഹ്യൂമിഡ് എയർ ഈസ് ലൈറ്റർ ദാൻ ഡ്രൈ എയർ, അല്ലേ? ഒരു വരണ്ട എയറിനേക്കാളും, അതായത് വെള്ളത്തിൻ്റെ അംശമില്ലാത്ത എയറിനേക്കാളും, ഡ്രൈ എയറിനേക്കാളും എന്താണ്? ഹ്യൂമിഡ് എയർ, വെള്ളത്തിൻ്റെ അംശമുള്ള എയർ എന്ന് പറയുന്നത് ലൈറ്ററാണ്, അതായത് ഭാരം കുറഞ്ഞ ഒന്നാണ്. അപ്പോൾ ഡ്രൈ എയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല വെയിറ്റ് കൊടുക്കും, അല്ലേ? നല്ല ഭാരമുള്ള എയറാണ്. ഹ്യൂമിഡ് എയർ, അതായത് വെള്ളത്തിൻ്റെ അംശങ്ങളുള്ള എയർ ആണെന്നുണ്ടെങ്കിൽ അതിന് ഭാരം കൂടുതലാണ്. അപ്പം അത് കൊടുക്കുന്ന വെയിറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും, ലൈറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കി എക്സ്ട്രാ റീഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കി വരിക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കോസ്റ്റൽ റീജിയൻസ് എക്സ്പീരിയൻസ് കമ്പാരിറ്റീവ്ലി ലോവർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ദാൻ ഇൻറ്റീരിയർ ലൊക്കേഷൻസ്. എന്തുകൊണ്ടാണെന്ന്. കോസ്റ്റൽ റീജിയൻസിൽ നമ്മൾ താരതമ്യേന നോക്കുമ്പോൾ കോസ്റ്റൽ റീജിയൻസ് അല്ലാത്ത ഇൻറ്റീരിയർ ലൊക്കേഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് കൂടുതലാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കമ്പാരിറ്റീവ്ലി കോസ്റ്റൽ റീജിയൻസിൽ കുറവാണ്, ലോവറാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയയിലുള്ള എയറിനകത്ത് എന്താണ്? അടുത്ത് കടലുണ്ടല്ലോ. അപ്പോൾ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ആ എയറിനകത്ത് അധികവും എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ഡ്രൈ എയറിന് പകരം ഈ വെറ്റായിട്ടുള്ള ഹ്യൂമിഡ് എയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഹ്യൂമിഡ് എയറിൻ്റെ പ്രത്യേകത എന്താ? ഡ്രൈ എയറിനേക്കാളും ലൈറ്ററാണ്. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും? ലൈറ്റർ എയറാണ്, അതായത് ഹ്യൂമിഡ് എയറാണ് അവിടെ വെയിറ്റ് എക്സേർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യം തന്നെയാണ് ഇതിൻ്റെ റീസൺ. അപ്പോൾ കോസ്റ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ കടലുണ്ട്, വെള്ളത്തിൻ്റെ അംശമാണ് അധികം കൂടുതലുണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എനിവേ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് ഐസോബാൾസും ഗ്ലോബൽ പ്രഷർ ബെൽസും ഒക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എനിവേ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് വരാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിട്ട് പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് കാണുക. സംശയങ്ങളൊക്കെ കമൻ്റായിട്ടും ചോദിക്കുക. എനിവേ താങ്ക് യു സോ മച്ച്.